ഹായ് ഓൾ. നമ്മളപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് ഡിസ്കഷനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ശനിയാഴ്ച നമ്മൾ ഒരു 17 ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് പോയി നോക്കിയാൽ മതി. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The interface consisting of menus, icons, windows and pointers that allow a user to give instruction using a press of mouse button is called ഓപ്ഷൻ എ GUI, ഓപ്ഷൻ ബി CLI, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി VUI. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു മൗസ് ബട്ടൺ അമർത്തി നിർദ്ദേശങ്ങൾ നൽകാൻ ഉപയോക്താവിനെ അനുവദിക്കുന്ന മെനു അല്ലെങ്കിൽ ഐക്കണുകൾ, വിൻഡോകൾ, പോയിന്റുകൾ എന്നിവയടങ്ങിയ ഒരു ഇൻ്റർഫേസ് അതിനെ പറയുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. GUI ആണ് വരുന്നത്. GUI എന്താണ്? GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് GUI എന്ന് പറയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ മാൽവെയർ ദാറ്റ് അലോസ് എ ഹാക്കർ ടു ആക്സസ് യുവർ കമ്പ്യൂട്ടർ കംപ്ലീറ്റ്ലി. ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി സ്പൈവെയർ, ഓപ്ഷൻ സി ആഡ്വെയർ, ഓപ്ഷൻ ഡി റൂട്ട് കിറ്റ്സ്. അതായത് ഒരു മാൽവെയർ ഒരു ഹാക്കർക്ക് അക്സസ് ചെയ്യുന്ന, കമ്പ്യൂട്ടറിൽ നിന്ന് ഫുള്ളായിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാൽവെയർ ഉണ്ട്. അപ്പോൾ അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റൂട്ട് കിറ്റ്സ് ആണ്. റൂട്ട് കിറ്റ്സ് എന്താണ് റൂട്ട് കിറ്റ്സ്? ഈ വൈറസും സ്പൈവെയറും എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി റൂട്ട് കിറ്റ്സ് ആണ്. എന്താണ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്? ഇതൊരു തരം മാൽവെയർ ആണ്. മാൽവെയർ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അതിക്രമിച്ച് കടന്ന് സാധാരണഗതിയിൽ അനുവദീയമല്ലാത്ത രീതിയിൽ അക്സസ് നേടാൻ സ്വന്തം സാന്നിധ്യം അല്ലെങ്കിൽ മറ്റ് ദോഷകരമായ പ്രോഗ്രാമുകളുടെയൊക്കെ സാന്നിധ്യം മറച്ചു വെക്കാനും റൂട്ട് കിറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇത് കമ്പ്യൂട്ടറിൻ്റെ നിയന്ത്രണം ഹാക്കർക്ക് നേടിക്കൊടുക്കുകയും ഹാക്കർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഈ റൂട്ട് കിറ്റ് കണ്ടെത്താനും നീക്കം ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവ സിസ്റ്റം ഫയലുകളെ മാറ്റി എഴുതുകയോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അതാണ് ഈ റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ സെർച്ച് എഞ്ചിൻ ഫ്രം ദ ഫോളോയിങ്. അപ്പം ഇതിൽ കാണുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നാണ്. ഓപ്ഷൻ എ മോസില്ല ഫയർഫോക്സ്, ഓപ്ഷൻ ബി യാഹൂ, ഓപ്ഷൻ സി വിൻഡോസ് എക്സ്പ്ലോറർ, ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അപ്പോൾ ഇതിലേതാണ് സെർച്ച് എഞ്ചിൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി യാഹൂ. യാഹൂ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. മോസില്ല ഫയർഫോക്സോ? മോസില്ല ഫയർഫോക്സ് എന്നൊരു വെബ് ബ്രൗസറാണ്. യാഹൂ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ വിൻഡോസ് എക്സ്പ്ലോറർക്ക് ഒരു ഫയൽ എക്സ്പ്ലോറർ ആണ് എന്ന് പറയാം. പിന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒരു വെബ് ബ്രൗസറാണ്. അതൊരു വെബ് ബ്രൗസറാണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 21ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ IBM പ്രൈമർലി ഫോർ യൂസ് വിത്ത് മെയിൻ ഫ്രെയിംസ്. ഓപ്ഷൻ എ EBCDIC, ഓപ്ഷൻ ബി യൂണിക്കോഡ്, ഓപ്ഷൻ സി ASCII, ഓപ്ഷൻ ഡി ISO. അതായത് IBM ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഡിംഗ് ഉണ്ട്. അത് പ്രൈമറി യൂസ് ചെയ്യുന്നത് മെയിൻ ഫ്രെയിംസിനൊക്കെയാണ്. അപ്പോൾ ഇതിലേതാണ് ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള IBM ഡെവലപ്പ് ചെയ്ത ആ കോഡിംഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ EBCDIC ആണ്. EBCDIC ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. മെയിൻ ഫ്രെയിമിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കോഡിംഗ് രീതികളുണ്ട്. EBCDIC ക്യാരക്ടർ സെറ്റ് ചെയ്യുന്നത് ASCIIയിൽ നിന്ന് വ്യത്യസ്തമായ IBM മെയിൻ ഫ്രെയിമുകൾ ഉപയോഗിക്കുന്ന ക്യാരക്ടർ സെറ്റാണിത് എന്ന് മനസ്സിലാക്കി വെക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ. സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ ഈസ് ഡാഷ്. സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ ഈസ് എ ഡാഷ്. അതായത് ഒരു പാക്കേജ് ഉണ്ട്, സോഫ്റ്റ്വെയർ പാക്കേജ് പോലത്തെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ലൈഡ് ഷോയിൽ അതൊരു ഡിസ്പ്ലേ ആയിട്ട് ഇൻഫർമേഷനിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏത് പാക്കേജ് ഉപയോഗിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്
അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രസൻറ്റേഷൻ പാക്കേജ്, ഓപ്ഷൻ ബി വേർഡ് പ്രോസസ്സിംഗ്, ഓപ്ഷൻ സി ഗെയിം പ്ലേയിങ് പാക്കേജ്, ഓപ്ഷൻ ഡി സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ വായിക്കുമ്പോഴേ മനസ്സിലാവും സ്പ്രെഡ്ഷീറ്റ് അല്ല, അവിടെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഗെയിം പ്ലേയിങ് പാക്കേജും അല്ല, സിയും ഡിയും അല്ല എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ എന്താണ് ഓപ്ഷൻ എ പ്രസൻറ്റേഷൻ പാക്കേജാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യനും കൊണ്ട് സിമ്പിളായിട്ട് ഞാൻ നിർത്തുന്നു. നാളെ കറണ്ട് ഉണ്ടെങ്കിൽ ബാക്കി ഫുള്ളായിട്ട് ചെയ്യാം.